വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിലെ 115ഓളം വരുന്ന അംഗഗ്രന്ഥശാലകൾ 27-ന് ഹരിത ഗ്രന്ഥാലയങ്ങളായി പ്രഖ്യാപനം നടത്തുമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥശാലകളിൽ നേരത്തെ തന്നെ ശുചീകരണങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കേരളം ഈ വരുന്ന 30-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാലിന്യമുക്ത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയാണ്. 31ഓടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 10,000-ഓളം വരുന്ന ഗ്രന്ഥശാലകളും ഇതിൻ്റെ ഭാഗമായി ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കുകയാണ് ഈ വരുന്ന 27-ാം തീയതിയോടുകൂടി. നിലമ്പൂർ താലൂക്കിനകത്ത് 115 അംഗഗ്രന്ഥശാലകളും 6-7ഓളം വരുന്ന അഫിലിയേഷൻ ഇല്ലാത്ത ഗ്രന്ഥശാലകളുമാണ് ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രന്ഥശാലകളും ഇതിൻ്റെ ഭാഗമായി ചേരുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ് കേരളത്തിലെ നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം. 24-ാം തീയതി എല്ലാ ഗ്രന്ഥശാലകളുടെയും കമ്മിറ്റി ഒരേ ദിവസം 120ഓളം വരുന്ന ഗ്രന്ഥശാലകൾ ഒരേ ദിവസം കമ്മിറ്റികൾ ചേരുകയാണ്. 23-ന് നാളെ എല്ലാ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യോഗം ചേരുകയും 25-ാം തീയതി നേതൃസമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഉള്ള ക്ലീനിങ്ങുകളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനവും നടക്കുകയാണ്. 26-ന് താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളും മുഴുവൻ ഗ്രന്ഥശാല കമ്മിറ്റിയും ഒരേപോലെ ചേർന്ന പോലെ തന്നെ ഗ്രന്ഥശാലകൾ മുഴുവൻ ഓരോ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് ക്ലീനിങ് നടത്തി ശുചീകരണ പ്രവർത്തനം നടത്തി അതുപോലെ തന്നെ ഗ്രന്ഥശാലയും മാതൃകാ ഗ്രന്ഥശാലകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം 23-ന് പഞ്ചായത്ത് നേതൃസമിതി യോഗങ്ങളും 24-ന് ഗ്രന്ഥശാലയിൽ പ്രവർത്തക സമിതികളുടെ പ്രത്യേക യോഗങ്ങളും നടത്തി. കൂടാതെ 26-ന് ഗ്രന്ഥശാലാ തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കും. കൂടാതെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഗ്രന്ഥശാലാ തലത്തിൽ ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടറി C. ജയപ്രകാശ്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം KP ഭാസ്കരൻ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി EK ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.